നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിന്, ക്ലബ്ബ് വേൾഡ് കപ്പല്ല, ഫിഫ വേൾഡ് കപ്പിന് ഇനി എത്ര കാലം ഉണ്ടെന്നറിയാമോ? എക്സാക്ട്ലി 1 ഇയർ. യെസ്, ഇപ്പോൾ ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് 13 ടീമുകളാണ്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വിശദമായി വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. നിലവിൽ വേൾഡ് കപ്പിന് കിരീടം ചൂടാൻ ഏറ്റവും അധികം സാധ്യതയാർക്കാണ്? ഒരു വർഷക്കാലമുണ്ട്, അതിനിടയ്ക്ക് എന്തും സംഭവിക്കാം. പല താരങ്ങളുടെയും പരിക്കൊക്കെ വരാം, പല താരങ്ങൾക്കും ഫോം നഷ്ടമാകാം, പരിക്കേറ്റ് പുറത്തിരിക്കുന്നവർ റിക്കവറായി കൂടുതൽ കരുത്തോടെ വരാം, എന്തും സംഭവിക്കാം. പക്ഷെ നിലവിൽ ഈ ഫോമൊക്കെ വെച്ച് ഏതാണ്ടൊരു ധാരണ ഫുട്ബോൾ പ്രേമികൾക്കുണ്ട് ആര് കിരീടം ചൂടുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പവർ റാങ്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. goal.com പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പവർ റാങ്കിങ് അനുസരിച്ച് ഒരു വർഷം ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ വേൾഡ് കപ്പിനെ നോക്കി കാണുമ്പോൾ കൂടുതൽ കിരീട സാധ്യതയാർക്ക്? 48 ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. എന്തായാലും 20 ടീമുകളുടെ ഒരു റാങ്കിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. 20ാം സ്ഥാനത്ത് ജോർദാനെ ഉൾപ്പെടുത്തുകയാണ്. ജോർദാൻ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത എന്ന നിലക്കാണ് അവർ ഉൾപ്പെടുത്തുന്നത്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആദ്യമായിട്ടാണ് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. ആ ടീമിന് ഒരു കിരീട സാധ്യത ഒന്നും ആരും അങ്ങനെ കാണുന്നുണ്ടാവില്ല. 3-0 ഒമാനെതിരെ വിജയിച്ചു. അങ്ങനെ അവർ ഈ ഒരു വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി. അങ്ങനെയൊക്കെയാണ് അവർ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒമാന് ആരുടെ ഗ്രൂപ്പിലായിരിക്കും, ഒമാനല്ല, ജോർദാൻ ആരുടെ ഗ്രൂപ്പിലായിരിക്കും, ഏത് ടീമിനോട് കളിക്കണം, ഇതൊന്നും ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് വരുന്നത് അടുത്ത ഡിസംബറിലായിരിക്കും, നറുക്കെടുപ്പും മറ്റുമൊക്കെ എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ ഏതായാലും നിലവിൽ 20ാം സ്ഥാനത്ത് ജോർദാൻ വരുന്നു. 19ാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനും വേൾഡ് കപ്പിന് ആദ്യമായിട്ട് യോഗ്യത നേടുന്ന ടീമാണ്. എങ്കിലും അവർക്ക് മികച്ച താരങ്ങളുണ്ട്. അബ്ദുൽ ഖാദിർ കുഷാനോവിനെ പോലെയുള്ള താരങ്ങളുണ്ട്. സോ എന്ത് സംഭവിക്കും വേൾഡ് കപ്പിലെന്ന് കാത്തിരുന്ന് കാണണം. പവർ റാങ്കിങ്ങിൽ 19ാം സ്ഥാനത്ത്. പവർ റാങ്കിൽ 18ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. US-ന് വലിയ പ്രതീക്ഷ ഉണ്ട്. പക്ഷേ പോച്ചയുടെ കീഴിൽ അത്ര ഒരു പ്രോഗ്രസീവായിട്ടല്ല ടീം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആതിഥേയർ എന്ന നിലയിൽ യോഗ്യത നേടിയ ടീമാണ്. ആതിഥേയരുടെ കൂട്ടത്തിൽ പ്രതീക്ഷയുള്ള ടീമുകളിലൊന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. 18ാം സ്ഥാനത്താണ് അവരെങ്കിൽ 17ാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ഇപ്പോൾ ഏതാണ്ടൊരു സ്ഥിരം സാന്നിധ്യം എന്ന രൂപത്തിലാണ് വേൾഡ് കപ്പിനുള്ളത്. എന്തായാലും അവർ 2026 വേൾഡ് കപ്പിലെ യോഗ്യതയൊക്കെ വളരെ മികച്ച രൂപത്തിലാണ് നേടിയിട്ടുള്ളത്. സൗദി അറേബ്യക്കെതിരെ വിജയിച്ചു. അങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് കയറി വന്നിട്ടുള്ളത്. പക്ഷേ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വലിയൊരു കിരീട സാധ്യതയൊന്നും ആർക്കാരും കാണുന്നില്ല. അതുകൊണ്ടാണ് 17ാം സ്ഥാനത്ത്. 16ാം സ്ഥാനത്ത് മറ്റൊരു ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള കാനഡയാണ്. 3 രാജ്യങ്ങൾ ചേർന്നിട്ടാണല്ലോ ഇത്തവണത്തെ വേൾഡ് കപ്പ്. അതിൽ കാനഡയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആരാധകർക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ജൊനാഥൻ ഡേവിഡിനെ പോലുള്ള താരം, അൽഫോൻസോ ഡേവിസിനെ പോലുള്ള താരമൊക്കെ കളിക്കുന്ന കാനഡയ്ക്ക് ചിലർ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ കിരീടമൊന്നും ആരും എന്തായാലും ഇപ്പോൾ അവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. 15ാം സ്ഥാനത്ത് ഇറാന്. 2026 വേൾഡ് കപ്പിന് അവർ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. പക്ഷേ ചോദ്യമുണ്ട്, ഇറാൻ താരങ്ങൾക്ക് US-ൽ കളിക്കാൻ പറ്റുമോ? ഇറാന് യാത്രാ ബാൻ ഇറാനിയൻ പൗരന്മാർക്ക് US ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും അത് ബാധിക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം അത്ലറ്റുകൾക്ക് അത് ബാധകമല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ പിന്നെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. 15ാമതാണ് അവർക്ക് ഈ ഒരു പവർ റാങ്കിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്. 14ാം സ്ഥാനത്ത് മെക്സിക്കോയാണ്. മെക്സിക്കോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എല്ലാ വേൾഡ് കപ്പിലും വലിയ പ്രതീക്ഷ അവർക്ക് ആരാധകർക്കുണ്ടാവാറുണ്ട്. ചില വമ്പൻ ടീമുകളെയൊക്കെ അവർ പിടിച്ചുലക്കാറുമുണ്ട്. എന്നാൽ പോലും കിരീടത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുമെന്ന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നില്ല. 13ാം സ്ഥാനത്ത് സൗത്ത് കൊറിയ. ഏഷ്യൻ മെമ്പർമാരായിട്ടുള്ള സൗത്ത് കൊറിയ മറ്റൊരു വേൾഡ് കപ്പിന് കൂടി ഒരുങ്ങുകയാണ്. സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്, യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. 13ാമത് സൗത്ത് കൊറിയ ആണെങ്കിൽ 12ാമത് ഇക്വഡോറാണ്. ഇക്വഡോർ ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ മികച്ചൊരു ടീം അസംബിൾ ചെയ്തുകൊണ്ട് നല്ല പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺമെബോളിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും കുറഞ്ഞ ഗോളുകൾ കൺസീഡ് ചെയ്ത ടീമാണ് അവർ. ഹോം ഗ്രൗണ്ടിൽ ഒറ്റ കളിയും തോൽക്കാതെ കുതിക്കുന്ന ടീമാണ് ഇക്വഡോർ. പഴയ ഇക്വഡോറല്ല, കരുത്തരാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും അവർക്ക് 12ാം സ്ഥാനം കൊടുക്കുമ്പോൾ 11ാമത് ബെൽജിയം. യൂറോപ്പിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ
പൂർത്തിയായിട്ടില്ല, നമുക്കറിയാമത്. എന്നാൽ പോലും ബെൽജിയം ക്വാളിഫൈ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഗോൾഡൻ ജനറേഷൻ കുറേ കാലമൊക്കെ ഫിഫ റാങ്കിങ്ങിലൊക്കെ 1-ാം സ്ഥാനത്ത് നിന്നെങ്കിലും ഒരിക്കൽ പോലും അവർക്ക് ബിഗ് ടൂർണമെൻറ്റുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. 10-ാം സ്ഥാനത്ത് ജപ്പാൻ. ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ടീം ജപ്പാനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വേൾഡ് കപ്പിന് കൂടി അവർ യോഗ്യത നേടിയിരിക്കുകയാണ്. എന്തായാലും അവരും ഒരു പക്ഷേ ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ വരെ മാക്സിമം എത്തിയേക്കാം എന്നുള്ളതാണ് കടുത്ത ആരാധകർ പോലും കരുതുന്നത്. 9-ാം സ്ഥാനത്താണ് ഈ ഒരു പവർ റാങ്കിങ്ങിൽ ബ്രസീൽ വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 9-ാം സ്ഥാനത്ത്. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ കിരീട സാധ്യത വളരെ കുറവാണ് എന്നാണ് നിലവിൽ goal.comൻ്റെ നിരീക്ഷണം. കാരണം വളരെ ടഫായിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിനായിരുന്നു. ബട്ട് ഒടുവിൽ അവർ ആ ക്വാളിഫിക്കേഷനൊക്കെ നേടിയിട്ടുണ്ട്. എന്നാലും കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിനെ, അദ്ദേഹം പരിശീലിപ്പിക്കുന്ന ഒരു ടീമിനെ 9-ാം സ്ഥാനത്തേക്ക് തള്ളേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. ബ്രസീലിന് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 8-ാമത് ഇറ്റലി. ഇറ്റലിയുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. എന്നിട്ടും അവർ ബ്രസീലിന് മുകളിൽ 8-ാം സ്ഥാനത്താണുള്ളത്. ഏതായാലും കഴിഞ്ഞ 2 വേൾഡ് കപ്പിന് യോഗ്യത പോലും അവർ നേടിയിട്ടില്ല. ഇത്തവണ എന്തായാലും യോഗ്യത ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. 7-ാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട്. തോമസ് ടൂഷേൽ വന്നതിന് ശേഷം ഇംഗ്ലണ്ട് ഒന്ന് ഉണർന്നതാണ്. പക്ഷേ സെനഗൽ ഇപ്പോൾ ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അവർ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. എന്തായാലും ഇംഗ്ലണ്ട് എല്ലാ വേൾഡ് കപ്പിലും വലിയ ഫേവറിറ്റുകളുടെ ലിസ്റ്റിൽ തന്നെ എപ്പോഴും ഉൾപ്പെടാറുള്ള ടീമാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കിരീടത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. 6-ാമത് നെതർലൻഡ്സ്. ഓറഞ്ച് പട റൊണാൾഡോ കുമാൻ്റെ കീഴിലാണ് വരുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവിടെ പൂർത്തിയായിട്ടില്ല. എന്നാൽ പോലും ഓറഞ്ച് പട ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല വേൾഡ് കപ്പുകളിലും അവർ മുന്നോട്ട് വരികയും സെമി ഫൈനലിലോ അല്ലെങ്കിൽ അതിന് താഴെയോ ക്വാർട്ടർ ഫൈനലിലോ ഒക്കെ ആയിട്ട് വീണ് പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ ദൗർഭാഗ്യം കൊണ്ടും വീണ് പോകാറുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മികച്ച ഫുട്ബോൾ കളിക്കുന്നവരാണ്. കിരീട സാധ്യത പലരും കൽപ്പിക്കുന്ന ടീമുമാണ്. 5-ാമത് വരുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾ അവർക്ക് അത്ര മികച്ചതായിരുന്നില്ല. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ ടീമാണ് ജർമ്മനി. ജൂലിയൻ നെഗൽസ്മാൻ്റെ കീഴിൽ അവർ മികവിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. പക്ഷേ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ അവർക്ക് പണി കൊടുത്തുകൊണ്ട് പോർച്ചുഗലാണ് കിരീടം കൊണ്ടുപോയിരുന്നത്. എന്നാലും പക്ഷേ ജർമ്മനിക്ക് മുസിയാലയുടെ ഒക്കെ തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ കരുത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോണി ക്രൂസ്, മാനുവൽ ന്യൂയർ തുടങ്ങിയവരുടെ ഒക്കെ അസാന്നിധ്യം അവരുടെ വിരമിക്കലൊക്കെ എങ്ങനെ ടീമിനെ ബാധിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഫ്രാൻസാണ് 4-ാമത് ഈ പവർ റാങ്കിങ്ങിൽ വരുന്നത്. കിടിലൻ ടീമുണ്ട് ഫ്രാൻസിന്. അവർ കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കിലിയൻ എംബാപ്പയെ പോലുള്ള സൂപ്പർ താരം നയിക്കുന്ന ടീം. ശരിയാ, അവർ നേഷൻസ് ലീഗിൽ തോറ്റുപോയി. എന്നാൽ പോലും അവരുടെ ടീമിൻ്റെ ശക്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ അവർ മൊത്തം ഇട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. 4-ാമത് അവർ വരുമ്പോൾ 3-ാമതാണ് പോർച്ചുഗൽ. യുവേഫ നേഷൻസ് ലീഗിലെ ജേതാക്കളായ പോർച്ചുഗലിന് 3-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. റോബർട്ടോ മാർട്ടിൻസിൻ്റെ ടീം ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. പക്ഷേ അവർക്ക് ലോകോത്തര താരങ്ങളുണ്ട്. വിറ്റീനിയെ പോലെ, ന്യൂനോ മെൻഡസിനെ പോലെയുള്ള ലോകോത്തര താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ അവർ കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. 2-ാമതാണ് സ്പെയിന്. ഈ പവർ റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്താണ് സ്പെയിനുള്ളത്. യൂറോ വിന്നേഴ്സാണ്. 2024 യൂറോ വിന്നേഴ്സാണ്. ഇപ്പോൾ നേഷൻസ് ലീഗിൽ അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിലേ വീണിട്ടുള്ളൂ. ഒരു പിടി യുവതാരങ്ങൾ അവരുടെ ടീമിൻ്റെ കരുത്താണ്. അവർക്ക് കിരീട സാധ്യത കൽപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. 2-ാമതാണ് ഈ പവർ റാങ്കിങ്ങിൽ അവർ വരുന്നതെങ്കിൽ 1-ാം സ്ഥാനത്ത് അർജൻറ്റീനയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കുന്നു goal.comൻ്റെ വിദഗ്ധർ. നമുക്കറിയാം, ഇപ്പം ലിയോ മെസ്സി, അദ്ദേഹം തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സ്കലോരിയുടെ പ്രസ്താവന കണ്ടില്ലേ, മെസ്സി ഇല്ലാതെയും മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ കളിക്കാനുള്ള രൂപത്തിലേക്ക് ഈ ടീം മാറിക്കഴിഞ്ഞു എന്ന്. അതാണ് അവരുടെ പ്രതീക്ഷ, അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് കാണുന്നത്. ഒരുപാട് യുവതാരങ്ങളെ എന്തായാലും കോച്ച് ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. അത് ടീമിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 1-ാമതാണ് അവർ. അതിനി 2 റൗണ്ട് മത്സരങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട് ക്വാളിഫയറിലെങ്കിലും. ആ 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായാലും അർജൻറ്റീനയുടെ 1-ാം സ്ഥാനത്തിന് കോട്ടം തട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ അർജൻറ്റീനക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത ഇവിടെ കൽപ്പിക്കപ്പെടുന്നത്. സോ 1-ാം സ്ഥാനത്ത് അർജൻറ്റീന, 2-ാമത് സ്പെയിന്, 3 പോർച്ചുഗൽ, 4 ഫ്രാൻസ്, 5 ജർമ്മനി, 6 നെതർലൻഡ്സ്, 7 ഇംഗ്ലണ്ട്, 8 ഇറ്റലി, 9 ബ്രസീൽ,
10 ജപ്പാൻ എന്ന രൂപത്തിലാണ് പവർ റാങ്കിങ് വരുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.